ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളിലേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ ശത്രുക്കൾ അല്ലെങ്കിൽ നിങ്ങളെ ശത്രുക്കളായിട്ട് കാണുന്ന വ്യക്തികൾ, നിങ്ങളെ ഇഷ്ടപ്പെടാത്തവർ, നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് തെളിയിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടേയിരുന്നു. സ്വന്തം വാദം എല്ലായ്പ്പോഴും ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും തെറ്റുകാരനായിട്ട് ചിത്രീകരിക്കുന്നതിനായിട്ട് അവർ പല ശ്രമങ്ങളും നടത്തി. എല്ലാ ബൗണ്ടറീസും അവരെ ലംഘിച്ചിട്ടുണ്ടാവാം. എന്നാൽ പതിവ് പോലെ അവർ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് സ്വയം ഒരിക്കലും ശരിയല്ലെന്ന് തെളിയിക്കാൻ കഴിയാത്ത വിധം നിങ്ങൾക്കെതിരെ തെറ്റായ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വളരെയധികം സമ്മർദ്ദത്തിലാക്കുകയും ആകുലതയിലാക്കുകയും ചെയ്യുന്ന ഒരാളുണ്ടോ? ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയില്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ഭ്രാന്തനായി പോകുമെന്ന് പോലും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളെ മോശമായിട്ട് ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും ആളുകൾ നിങ്ങളുടെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല. പകരം അവരുടെ വാക്കുകളാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് എവിടെയൊക്കെയോ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതുപോലെ ഒരു സാഹചര്യം നിങ്ങളും നേരിടുന്നുണ്ടെങ്കിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നോക്കൂ, ഇവിടെ നിങ്ങളുടെ വളർച്ചയും നിങ്ങളുടെ ജീവിതത്തിലെ സ്ഥിരതയും പൂർണ്ണമായിട്ട് തടയാൻ ഒരാൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ വ്യക്തി അത്രയും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള, വളരെയധികം ഈഗോ ഉള്ള ഒരാളാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ട് എന്തെങ്കിലും നേടുന്നതും മുന്നോട്ട് പോകുന്നതും അവർക്ക് യാതൊരു വിധത്തിലും ഇഷ്ടമല്ല. നിങ്ങൾ കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം. നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനും ജീവിതത്തിൽ മുന്നോട്ട് പോകാനും കഴിയുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഇതിനു മുന്നേ നിങ്ങൾ മുന്നോട്ട് പോകാത്തതിനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകാത്തതിനും പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു. കാരണം നിങ്ങൾ എല്ലായ്പ്പോഴും ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചിരുന്നത്. സ്വന്തം വളർച്ചയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ബന്ധങ്ങൾ നിലനിർത്താനും അവ എപ്പോഴും ശരിയാക്കാനുമാണ് നിങ്ങൾ കൂടുതൽ ശ്രമിച്ചത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ വ്യക്തിക്ക് അറിയാമായിരുന്നു. അതായത് നിങ്ങളുടെ വീക്ക് പോയിൻറ്റും നിങ്ങളുടെ ബലഹീനതകളും നിങ്ങളുടെ സ്ട്രോങ് പോയിൻറ്റും എല്ലാം ഇവർക്ക് അറിയാമായിരുന്നു. നിങ്ങളുടെ വീക്ക് പോയിൻറ്റുകളിൽ തന്നെയാണ് അവർ എല്ലായ്പ്പോഴും ആക്രമിച്ചിരുന്നത്. പക്ഷേ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞതിന് ശേഷം അവരുടെ പല നുണകളും നിങ്ങൾ കണ്ടെത്തി. വളരെ കാലമായിട്ട് നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ കാര്യങ്ങൾ ശരിയാകും, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ കാര്യത്തിലും ഒരു ബാലൻസ് വരും, ഇന്നല്ലെങ്കിൽ നാളെ കാര്യങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലാകും എന്നൊക്കെ നിങ്ങൾ കരുതിയിരുന്നു. കാരണം എങ്ങനെയെങ്കിലും ഈ ഒരു ബന്ധങ്ങളെ സംരക്ഷിക്കണം എന്നതായിരുന്നു നിങ്ങളുടെ ആഗ്രഹം. എന്നാൽ പിന്നീട് നിങ്ങൾ മനസ്സിലാക്കി ഈ വ്യക്തി സ്വയം മാറുന്നതിന് പകരം നിങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത്. എല്ലായിടത്തും നിങ്ങളെ താഴ്ത്തി കാണിക്കുന്നു, നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നു. മാത്രമല്ല സമൂഹത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന മാനവും ബഹുമാനവും എല്ലാം നശിപ്പിക്കുന്നു. അത്രയുമൊക്കെ ആയപ്പോൾ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം ഈ വ്യക്തി ശരിക്കും മാറാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങളുടെ ഊർജം തെറ്റായ സ്ഥലത്താണ് ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. ഇതുവരെ നിങ്ങൾ പല കാരണങ്ങളാലും കാര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നു. അതായത് മറ്റുള്ള ആൾക്കാരെ, സമൂഹത്തെ, ബന്ധുക്കളെ, ചിലപ്പോഴും നിങ്ങളെ തന്നെ ചിന്തിച്ചുകൊണ്ട്. കാരണം നിങ്ങൾ ആ ബന്ധവുമായിട്ട് അത്രയധികം ഹൃദയപൂർവ്വം ബന്ധപ്പെട്ടിരുന്നു. അത്രയധികം നിങ്ങൾക്ക് വിലയുള്ളതായിരുന്നിരിക്കാം, അത്രയധികം നിങ്ങൾ വില കൊടുത്തിരുന്നിരിക്കാം. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ വളരെ പ്യോറും സത്യസന്ധവുമായിരുന്നു. അതിൽ കള്ളത്തരം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ വ്യക്തി എല്ലായ്പ്പോഴും ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ആണ് ഈ ഒരു ബന്ധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടൽ കാരണം നിങ്ങളെ പല കാര്യങ്ങളിലും പല സമയങ്ങളിലും ഇരുട്ടിൽ നിർത്തിയിരുന്നു. ഇപ്പോൾ ഇവിടെ മറ്റൊരു വ്യക്തിയുടെ സ്വാധീനവും കാണുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടിയുടെ, അതൊരു സ്ത്രീ ആയിരിക്കാം, ചില സാഹചര്യങ്ങളിൽ ഒരു പുരുഷൻ്റെ സ്വാധീനമായിരിക്കാം. അതായത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർ സ്വന്തം ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിനേക്കാൾ
മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ എളുപ്പത്തിൽ സ്വാധീനപ്പെട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു. സ്വന്തമായി ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേട്ട് അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഈ വ്യക്തിയുടെ ഇമ്മെച്യൂരിറ്റി അല്ലെങ്കിൽ ആ ഒരു കഴിവുകേടിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പോയാലും കുഴപ്പമില്ലെന്ന് ഈ ഒരു വ്യക്തി കരുതിയ സമയമുണ്ടായിരുന്നു. പിന്നീട് നിങ്ങളെ മറ്റുള്ളവരുടെ മുൻപിൽ കൊള്ളരുതാത്തവനായോ കൊള്ളരുതാത്തവളായോ അല്ലെങ്കിൽ ഭ്രാന്തനായോ ഭ്രാന്തിയായോ ഒക്കെ ചിത്രീകരിക്കാമെന്നും നിങ്ങളുടെ മാനവും ബഹുമാനവും ഒക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ മാറ്റാമെന്നും നിങ്ങളെക്കുറിച്ച് കള്ളക്കഥകൾ ഉണ്ടാക്കാമെന്നും നിങ്ങളുടെ വിലയും പ്രതിഷ്ഠയും തകർക്കാമെന്നും അവർ കരുതിയിരുന്നു. അതേസമയം അവർ സ്വയം ഒരു പാവമാണ്, അവരാണ് ഇരയായ വ്യക്തി, അവരാണ് വിക്ടിം എന്നൊക്കെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ച് തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിരുന്നു അവരുടെ ശ്രമം. അങ്ങനെ സ്വയം ഒരു പാവമായിട്ട് തെളിയിക്കാനും നിങ്ങളെ ഭ്രാന്തനായോ ഭ്രാന്തിയാക്കിയോ ഒക്കെ ചിത്രീകരിക്കാനും ഒരു മാനസികമായിട്ട് തളർത്തുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം പോലും അവരൊരുക്കിയിരുന്നു. പക്ഷേ ഇതിനകം തന്നെ നിങ്ങൾക്ക് അവരുടെ നീക്കം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ശരിയായ സമയത്ത് അവരുടെ വാക്കുകളിൽ വീഴാതെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. നിങ്ങൾ സ്പിരിച്വൽ ജേണിയുമായിട്ട് ബന്ധപ്പെട്ടത് മുതൽ നിങ്ങളുടെ കണക്ടിവിറ്റി, ഉള്ളിലെ ശക്തിയും കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്തത്. അതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളിൽ ഒരുപാട് വ്യക്തതയും ലഭിച്ചു. യഥാർത്ഥത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ആ വ്യക്തത ലഭിച്ചതിന് ശേഷമാണ് നിങ്ങൾ ശരിയായ ആക്ഷൻ എടുത്തതും. ഇവിടെ പണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഉണ്ടാകാം. കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കാണുന്ന ഈ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് വെറും ഒരു സ്നേഹബന്ധം കൊണ്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഒരു ഗ്രീഡി, പൈസയോടുള്ള ആ ഒരു ആർത്തി, അതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരുന്നു. നിങ്ങൾ അവരെ പലതവണ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്തിരുന്നു. കാരണം വളരെ കാലം കഠിനാധ്വാനം ചെയ്താണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളുണ്ടെങ്കിൽ അവർ സ്വന്തമാക്കിയത്. പറയാറില്ലേ, അതായത് ഒരാളുടെ കയ്യിൽ ഒന്നുമില്ലാത്ത സമയത്ത് അയാൾ ഡൗൺ ടു എർത്ത് ആയിരിക്കും, പാവം പോലെ നിൽക്കും. കാര്യങ്ങൾ അവർക്ക് ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ ചിലരിൽ അഹങ്കാരവും ഈഗോയും ഒക്കെ ഉണ്ടാവും. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. എല്ലാം നേടിയെടുത്തതിന് ശേഷം അവർ നിങ്ങളെ ഒരു വിലയും ഇല്ലാത്ത ഒരാളായി കാണാൻ തുടങ്ങി. എന്നാൽ അവരുടെ മോശം സമയത്ത് നിങ്ങളവരെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്തിരുന്നു. അത്രയും നല്ല രീതിയിൽ നിങ്ങൾ അവരുടെ കൂടെ നിന്നിരുന്നു. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരെ ഉപേക്ഷിച്ച് തന്നെ പോയേനെ. പക്ഷെ നിങ്ങൾ പോയില്ല. അവരുടെ നല്ല സമയത്തും മോശം സമയത്തും നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അവർ ഒന്നുമല്ലാത്തപ്പോഴും ഇന്ന് അവരെന്തെങ്കിലും നേടിയെടുത്തപ്പോഴും പക്ഷേ അവരെന്തെങ്കിലും ആയി തീർന്നപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു സമീപനം മാറിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളെ അവർ വില കുറച്ച് കാണാൻ തുടങ്ങി. നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ പുതിയ പുതിയ കാരണങ്ങൾ അവർ കണ്ടെത്താൻ തുടങ്ങി. അത്തരത്തിലുള്ള ആളുകളുടെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ എനർജി പാഴാക്കരുത്. കാരണം നിങ്ങളെ എങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ മോശക്കാരാക്കാം, നിങ്ങളെ എങ്ങനെ താഴ്ത്തി കാണിക്കാം എന്നിങ്ങനെ ഓരോ ദിവസവും പുതിയ പ്ലാനുകളും തന്ത്രങ്ങളും ആസൂത്രണം ചെയ്യുന്ന വ്യക്തിയാണിവർ. അവർക്ക് നിങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒഴിഞ്ഞു മാറാനാണ് ആഗ്രഹം. നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക. അവരെ അങ്ങ് വിട്ടുപോവുക അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക. അല്ലെങ്കിൽ അവരിൽ നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കരുത്. അത് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾ വെറുതെ നിങ്ങളുടെ എനർജി പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബന്ധം എപ്പോഴും 2 പേരുടെ ഭാഗത്ത് നിന്നുമാണ് ഉണ്ടാവേണ്ടത്, അല്ലാതെ ഒരാളുടെ ഭാഗത്ത് മാത്രമല്ല. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനാൽ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ആവശ്യമില്ലാത്ത കോംപ്രമൈസ് ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ എനർജി പാഴാക്കേണ്ടതില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് അവസരങ്ങൾ വരാനുണ്ട്. നിങ്ങൾ ഈ അവസ്ഥയിൽ നിന്നും പുറത്തു കടന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി പുതിയ അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷകരമായിട്ടുള്ള മാറ്റം വരാൻ പോവുകയാണ്. ഇപ്പോഴും നിങ്ങൾ നിൽക്കുന്നത് ഒരുപാട് ഓവർ തിങ്കിങ് നടക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം. ഞാൻ ഇവിടെ നിന്ന് പോയാൽ അല്ലെങ്കിൽ മുന്നോട്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, ക്ലാരിറ്റി ലഭിക്കുമോ ലഭിക്കില്ലേ, എങ്ങനെ മുന്നോട്ട് പോകും, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ കഴിയില്ലേ എന്നിങ്ങനെ ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നടക്കുകയാണ്. എന്നാൽ അങ്ങനെയല്ല, ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഒരുപാട് അവസരങ്ങൾ യൂണിവേഴ്സ്
ഒരു വശത്ത് നമ്മളെ താഴേക്ക് വീഴ്ത്തുന്നത് പോലെ നമുക്ക് തോന്നുമ്പോഴും മറുവശത്ത് നമ്മളെ ഉയർത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പുതിയ അവസരങ്ങൾ വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷകരമായ മാറ്റം വരാൻ പോവുകയാണ്. നോക്കൂ, ഇവിടെ ഏഞ്ചൽസ് നിങ്ങൾക്കായിട്ട് നൽകുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാദപ്രതിവാദങ്ങൾ, വഴക്കുകൾ, തർക്കങ്ങൾ ഇവയെല്ലാം ഒഴിവാക്കുക, നിശബ്ദമായിരിക്കുക. ആർഗ്യുമെൻറ്റ്സ് ഇങ്ങോട്ട് ആരെങ്കിലും നിങ്ങളോട് വഴക്കുണ്ടാക്കാൻ വന്നാൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. കാരണം നിങ്ങൾ വഴക്കുണ്ടാക്കുമ്പോൾ തിരിച്ച് പ്രതികരിക്കാൻ പോയാൽ നിങ്ങൾ പറയുന്ന മറ്റ് കാര്യങ്ങൾ, നിങ്ങളുടെ നല്ല വശങ്ങൾ, നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഇവയൊന്നും തന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കില്ല, പുറമേ നിന്ന് നോക്കുന്നവർ. പിന്നെ നിങ്ങൾ ഫുൾ മോശമായിരിക്കും. നിങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം അടിയിൽ പോകും. നിങ്ങൾ പറഞ്ഞതായിരിക്കും വലിയ സംഭവമാക്കി ഈ ആൾക്കാർ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. ദേഷ്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മോശം വാക്ക് പറഞ്ഞു പോയാൽ അത് മാത്രം പിടിച്ചെടുത്ത് 4 ദിവസം അതിനെക്കുറിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും, മറ്റുള്ളവരോട് പറയും. നിങ്ങൾ ചെയ്ത ശരികളെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി കൊടുത്ത സപ്പോർട്ടിനെ കുറിച്ചോ ഒന്നും തന്നെ അവർ പറയില്ല. പകരം നിങ്ങൾ പറഞ്ഞ ആ ഒരു വാക്ക് മാത്രം ചർച്ചയാക്കും. അതുകൊണ്ട് നിങ്ങൾ നിശബ്ദരായിട്ട് തുടരുക. ഒരു വാക്ക് തർക്കത്തിലും വഴക്കിലും ഒന്നും ഏർപ്പെടരുത്. നിശബ്ദത എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ നിശബ്ദരായിരിക്കുമ്പോൾ നിങ്ങളുടെ പവറാണ് വർദ്ധിക്കുന്നത്. മുന്നിലുള്ള വ്യക്തി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ പ്രതികരിക്കാതെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ്, നിങ്ങളുടെ ജീവിതം എല്ലാം നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങൾക്ക് വയ്ക്കാൻ സാധിക്കും. നിങ്ങൾ അത്രയും പീസ്ഫുള്ളായിട്ട് ഇരിക്കും. ആ ഒരു സമയത്ത് അവർ നോക്കുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലായില്ല, ഇവർ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ടും ഈ വ്യക്തി എന്താ കുലുങ്ങാത്തെ, ഇവർ ഇത്രയും ശാന്തമായിട്ട് ഇരിക്കുന്നത് എങ്ങനെയാണ് എന്ന് അവർക്ക് തന്നെ മനസ്സിലാകില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് നിശബ്ദമായി ഇരിക്കാൻ പറയുന്നത്. കാരണം നിശബ്ദമായി ഇരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പവർ നിങ്ങളുടെ കൈകളിൽ തന്നെ ഇരിക്കും. നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ആർക്കും സാധിക്കുകയുമില്ല. അപ്പോൾ അവരിൽ കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിശബ്ദരായി ഇരുന്നു കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ നിരീക്ഷിക്കണം. അവർക്ക് എത്രത്തോളം താഴേക്ക് പോകാൻ കഴിയും, അവരുടെ യഥാർത്ഥ സ്വഭാവം എത്രത്തോളം പുറത്തു വരും, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, നിർബന്ധമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ദിവസവും കുറച്ച് സമയം മെഡിറ്റേഷനായിട്ട് മാറ്റി വയ്ക്കുന്നത് വളരെയധികം നല്ലതാണ്. 10 മിനിറ്റ് മാത്രമേ സമയം ലഭിക്കുന്നുള്ളൂ എങ്കിൽ ആ ഒരു 10 മിനിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ബോഡി നിങ്ങൾ എക്സസൈസ് ചെയ്യുക, അതായത് നിങ്ങൾ മൂവ്മെൻറ്റ്സ് കൊടുക്കുക, ബോഡിക്ക് എക്സസൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. സർവീശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.